കൊടകര കുഴൽപ്പണ ഇടപാടിന്റെ ഭാഗമായി ബി.ജെ.പി. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 6 ചാക്കിലായി 9 കോടിയുടെ കള്ളപ്പണം എത്തിച്ചെന്ന തിരൂർ സതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് ഇ.ഡി. അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇ.ഡിക്ക് കത്ത് നൽകി. രാജ്യദ്രോഹ കുറ്റമായ കള്ളപ്പണ ഇടപാടാണ് നടന്നിട്ടുള്ളതെന്നാണ് മൊഴി. അല്ലെങ്കിലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയും പ്രത്യേകിച്ച് സുരേഷ് ഗോപി ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച തൃശൂരിന്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയും കോടികളാണ് ബി.ജെ.പി. ഒഴുക്കിയത്. ഈ പണമെല്ലാം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് കൂടി ഓർക്കണം. രാജ്യത്തെ എല്ലാ തരത്തിലും തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നാൽ കേരളത്തിൽ മാത്രമാണ് ഇവരുടെ കുതന്ത്രങ്ങൾ ഒന്നും വിലപ്പോകാതിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളെ വിലക്കെടുത്തുകൊണ്ട് പണം വാരിയെറിഞ്ഞ് വോട്ട് പിടിക്കാമെന്നവർ വ്യാമോഹിച്ചു. ആ വ്യാമോഹത്തിന് വിജയം കണ്ടത് തൃശ്ശൂരാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് തൃശ്ശൂരിൽ കോടികൾ ചാക്കിലാക്കി മറിഞ്ഞത്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെയും ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിന്റെയും ഉൾപ്പെടെ മുഴുവൻ ബി.ജെ.പി. നേതാക്കളുടെയും പങ്ക് ബി.ജെ.പി. തൃശൂർ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലും മൊഴി നൽകി. കള്ളപ്പണക്കാരെ തുരത്തുമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ ഓഫീസിൽ 9 കോടി രൂപയുടെ കള്ളപ്പണം സൂക്ഷിച്ചുവെന്ന് പറഞ്ഞ് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷാണ് കഴിഞ്ഞ ഡിസംബറിൽ രംഗത്ത് വന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് 6 ചാക്കുകളിലാക്കി 9 കോടി രൂപ ധർമ്മരാജൻ ജില്ലാ ഓഫീസിൽ എത്തിച്ചത് താൻ നേരിട്ട് കണ്ടെന്നും അന്ന് രാത്രി തന്നെ ഇതിൽ 3 ചാക്ക് പുറത്തേക്ക് കൊണ്ടുപോയെന്നും അന്ന് സതീഷ് പോലീസിന് മൊഴി നൽകി. പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കിയ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുന്നില്ല എന്നും അന്ന് കള്ളപ്പണം സൂക്ഷിച്ചവർ ഇപ്പോഴും ചുമതലകളിൽ തുടരുന്നുവെന്നും ജില്ലാ ട്രഷററാണ് പണച്ചാക്കുകൾ ഏറ്റുവാങ്ങിയതും കൈമാറിയത് എന്നും സതീഷ് അന്ന് വെളിപ്പെടുത്തിയിരുന്നു. തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ കൂടുതൽ നേതാക്കളെ അന്ന് കുരുക്കിലാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 14.3 കോടി രൂപ കള്ളപ്പണം തൃശൂരിൽ ഇറക്കിയതായി പണം കൊണ്ടുവന്ന ധർമ്മരാജനും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സാമഗ്രി എന്ന പേരിലാണ് പണം എത്തിച്ചത്. ജില്ലയിൽ 2000-ൽ പരം ബൂത്തുണ്ട്. എന്നാൽ ബി.ജെ.പിക്ക് പല ബൂത്തുകളും സജീവമല്ല. 5000 രൂപ, 7000, 10000 രൂപ എന്ന നിലയ്ക്കാണ് പരമാവധി ബൂത്തുകളിൽ വിതരണം ചെയ്യാറുള്ളത്. എത്ര കോടി രൂപ ബൂത്തുകളിൽ വിതരണം ചെയ്തു, ബാക്കി എന്ത് ചെയ്തുവെന്ന് നേതൃത്വം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവരെ സംരക്ഷിക്കുന്ന സംസ്ഥാന നേതാക്കൾ ആരാണെന്നും അവരുടെ പിന്നിലെ മാഫിയ സംഘങ്ങൾ ആരൊക്കെയാണെന്നും കണ്ടെത്തേണ്ടതുണ്ട്. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ വരുന്ന നേതാക്കളെ സതീഷാണ് സഹായിക്കാറുള്ളത്. ബി.ജെ.പി. ഓഫീസിൽ നിന്ന് ജില്ലാ പ്രസിഡന്റ് അനീഷ് കാറിൽ കടത്തിയ പണത്തിന്റെ കണക്ക് എവിടെയും കാണുന്നില്ല. ജില്ലാ നേതൃത്വവും കള്ളപ്പണക്കടത്തിൽ കൂട്ടുപങ്കാളിയായതോടെ സംസ്ഥാന നേതൃത്വവും പ്രതിക്കൂട്ടിലാണ്. ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി അന്വേഷണ സംഘം ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി വി.കെ. രാജുവാണ് ഇ.ഡിക്ക് കത്ത് നൽകിയത്. കള്ളപ്പണ കേസ് അന്വേഷിക്കാൻ കേരള പോലീസിന് അധികാരമില്ല. ഇത് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് അധികാരം. അതിനാലാണ് ഇ.ഡിക്ക് കത്തയച്ചത്. ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന് പങ്കില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കേണ്ട. കേരളത്തിലെ നേതാക്കൾ മാത്രം വിചാരിച്ചാൽ ഇത്രയും കോടി രൂപ മറിക്കാൻ കഴിയില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ചെയ്ത നോട്ട് പിൻവലിക്കൽ തന്നെ ഇപ്പോഴും പല വിവാദങ്ങളുടെയും മറയിലാണ്. കള്ളപ്പണം വെളുപ്പിക്കാനും കുഴൽപ്പണക്കാരെ സഹായിക്കാനും വേണ്ടി മോദി സർക്കാർ ചെയ്ത പല കൊള്ളരുതായ്മകളുടെയും പട്ടികയിലേക്ക് കേരളവും തൃശ്ശൂരും കൂടി ചേർക്കപ്പെടുന്നുണ്ടോ എന്ന് ഇനി കാത്തിരുന്നു കാണേണ്ടതാണ്.